നമസ്കാരം സുഹൃത്തുക്കളെ. കേരള സ്റ്റോറി പാർട്ട് 2 റിലീസാകാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ കേരള സ്റ്റോറി പാർട്ട് 1 കണ്ടിട്ടുണ്ട്? എൻ്റെ ഒരറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂരിഭാഗവും ആ സിനിമ കണ്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം ആ സിനിമ പ്രദർശിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന്, ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ ചേർന്ന് അതിനെതിരെ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാക്കി അതിനെ ഇവിടെ വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണത് റിലീസ് ചെയ്തത്. എൻ്റെ അറിവിൽ ഞാൻ ആ സിനിമ കണ്ടതാണ്. കുറച്ച് കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, കാരണം അതൊരു സിനിമയാണ്, ഓക്കെ, ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന 80% കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടികൾ എങ്ങനെയാണ് ഇവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ അവരുടെ അതിലേക്ക് ഇവരെ എത്തിക്കുന്നതെന്നും നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആ സിനിമയിൽ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത്. ഇത് കാണിക്കുന്നതിന് ഇവരെന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓക്കെ, ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു വിഭാഗം അതിനെ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്തിനാണ് ഇതിനെ എതിർത്തത്? ഈ സിനിമയെ ഇത് പറയുമ്പോൾ എമ്പുരാനെക്കുറിച്ച് പറയും. എമ്പുരാൻ എന്തൊക്കെയോ കട്ട് ചെയ്തു. എമ്പുരാൻ സിനിമയും ഞാൻ കണ്ടതാണ്. അത് റിലീസ് ചെയ്ത് ഒരാഴ്ചക്കകത്ത് തന്നെ ഞാൻ കണ്ടതാണ്. ആ സിനിമയും ഒരു കാരണവശാലും ഇവർ പറയുന്ന രീതിയിൽ കട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യം അതിനകത്തില്ല. അവരെന്തിന് കട്ട് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതിൽ കട്ട് ചെയ്താൽ തന്നെ ആ സിനിമ എമ്പുരാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു വിഭാഗത്തെ തേജോവധം ചെയ്തുകൊണ്ടെടുത്ത സിനിമ തന്നെയാണ്. അത് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ സിനിമയിൽ ആ സംവിധായകൻ്റെ താല്പര്യാനുസരണം അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ താല്പര്യാനുസരണമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സിനിമയിൽ കടന്നുകൂടിയെന്ന് വരാം, പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉള്ള സിനിമാ പ്രവർത്തകർക്ക്. അങ്ങനെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ ഭരിക്കുന്ന കക്ഷിക്കെതിരെ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മളെ അവർ ഏതെല്ലാം രീതിയിലാണ് ഉപദ്രവിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കേരള സ്റ്റോറി കാണാത്ത ആൾക്കാർ കേരള സ്റ്റോറി പാർട്ട് 1 കാണുക. കണ്ടതിന് ശേഷം സിനിമയെ വിലയിരുത്തുക. ഒരു സിനിമ കണ്ടു എന്ന് കരുതി നമുക്ക് അന്യമാസരോട് വിരോധമൊന്നും തോന്നത്തില്ല. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. ഈ ഇവിടത്തെ നിന്നും IS-ലേക്ക് ആൾക്കാർ ചേരാൻ പോയതും അവരവിടെ ഇപ്പോഴും ജീവിക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആരുടെയും പേര് ഞാനിവിടെ പ്രസ്താവിക്കാൻ ഈ ഇതിൽ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ ആ സിനിമ നമ്മൾ കാണണം. ആ സിനിമ കാണുമ്പോഴേ നമ്മൾക്കത് മനസ്സിലാവുകയുള്ളൂ. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു, അവരൊക്കെ അനുഭവിച്ചതിൻ്റെ 1% അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ആ സിനിമ കാണുക. കാണാൻ കഴിയുമെങ്കിൽ അത് ടെലഗ്രാമിലുണ്ട്. ആ സിനിമ, അതാണ് എൻ്റെ അറിവിൽ, ടെലഗ്രാമിലുണ്ട്. ആ സിനിമ പാർട്ട് 1 കാണുക തന്നെ. കണ്ടതിന് ശേഷം വിലയിരുത്താം. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് പ്രബുദ്ധരുള്ള നാടാണല്ലോ കേരളം. അപ്പോൾ പിന്നെ ആ പ്രബുദ്ധരായ നമ്മൾ ആ സിനിമയൊന്ന് കാണുക. ഓക്കെ, കണ്ടതിന് ശേഷം 2ാം പാർട്ടും കാണാം. ബീഫ് വായി കുത്തിക്കയറ്റുന്നൊന്നും ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല. അതൊന്നും നമ്മുടെ കേരളത്തിലൊന്നും നടക്കുന്നൊന്നുമല്ല. അത് 100% ഉറപ്പാണ്. പക്ഷേ ആ സിനിമയിൽ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നതും ഇനിയും നടക്കാൻ സാധ്യതയുള്ളതുമാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും നമ്മളത് ആ സിനിമ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. കഥകളല്ല, അത് സംഭവിച്ചാൽ അത് സിനിമ വരുമ്പോൾ കഥയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിവിടെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് നിസ്തർക്കമാണ്. നിങ്ങൾ കാണണം. കണ്ടതിന് ശേഷം വിലയിരുത്തുക. അല്ലാതെ സിനിമയിലകത്ത് 1-2 സീനുണ്ട് എന്ന് കരുതി നമ്മൾ സിനിമ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമ കാണുക തന്നെ വേണം. നമസ്തേ.